എല്ലാവർക്കും നമസ്കാരം. സെക്യുലർ മാട്രിമോണി നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളൊരു സംഗതിയായിരിക്കും. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർവേഡ് മെസ്സേജസ് ആയിട്ട് വാട്സപ്പിലൂടെയും മറ്റ് ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും ഈ ഒരു സംഗതി. പല സക്സസ്ഫുൾ മാരേജ് സ്റ്റോറീസും അതിലൂടെ നിങ്ങൾ കണ്ടിട്ടുമുണ്ടാവും. എന്തായാലും വളരെ ചെറിയ ഒരു തലത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് കേരളത്തിൽ ആകമാനം ആളുകൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സെക്യുലർ മാട്രിമോണിയുടെ സാരഥിയായ മനു തന്നെയാണ്. നമുക്ക് മനുവിനെ വെൽക്കം ചെയ്യാം. മനു, എന്താണ് ഈ സെക്യുലർ മാട്രിമോണി? എങ്ങനെയാണ് അത് ഇന്ന് എത്തിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എന്താണ് നിലവിലെ അതിൻ്റെ ചില സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്? വിശദമായിട്ടൊന്ന് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഈ കൂട്ടായ്മ തുടങ്ങുന്നത് മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള പേരിലാണ് ആദ്യമായിട്ട് നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുന്നത്. അത് 2014 മെയ് മാസത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിക്കുന്ന ആളുകൾ, അത്തരം ആളുകളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാം. അതിപ്പോൾ നമ്മൾ വഴി വിവാഹം കഴിഞ്ഞതല്ല, അല്ലാതെ ഓൾറെഡി ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിഞ്ഞ ആളുകളുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. ഇത് എവിടെയായിരുന്നു? ഫേസ്ബുക്കിലായിരുന്നു? ഫേസ്ബുക്കിലാണ് തുടങ്ങിയത്, മതമില്ലാത്ത ജീവിതങ്ങൾ. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് അത്തരം ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടായിരുന്നില്ല. അതൊരു യുണീക്ക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് നമ്മൾ അതിനുള്ള പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ ഒരു 50 ദിവസത്തിൻ്റെ ഉള്ളിൽ 10,000 ഫോളോവേഴ്സ് ആ പേജിന് വരികയാണ്. പിന്നെ നമ്മൾ ഇടുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടതിന് ഒറ്റ പോസ്റ്റിന് മാത്രം ഒരു 20,000-ന്റെ അടുത്ത് ലൈക്കും 5,000 ഷെയർ വരെ. ഗ്രൂപ്പാണോ പേജായിരുന്നു? പേജ്. ഇന്നില്ലേ അത് സംഗതി? ഇന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ഇനാക്റ്റീവ് ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ തുടക്കം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇത്തരം ആളുകൾ, അതായത് നമ്മൾ അന്ന് ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മതം ജാതി എന്നതിനോടൊക്കെ ചെറുപ്പം തൊട്ടിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ല. അതായത് നമുക്ക് ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കണോട് കൂടിയിട്ട് ഇതൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു എന്താ പറയുക, മതപരമായ പശ്ചാത്തലത്തിൽ വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നില്ല, അച്ഛൻ. അപ്പം ആള് വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പം ഞാനൊരു 8ാം ക്ലാസ്സോട് കൂടിയിട്ടൊക്കെ ഇപ്പോഴും ഞാൻ വായനശാലകളിലൊക്കെ രാത്രിക്ക് പോകുമ്പോൾ അപ്പൻ്റെ കൂടെയാണ് പോവുക. അപ്പം അങ്ങനെയൊക്കെ കുറെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളൊക്കെ. അതുകൊണ്ടാണ് ഈ മതമില്ലാത്ത ജീവിതങ്ങൾ എന്നുള്ള ഒരു പേരിലേക്ക് വരാനും അതിന് തുടക്കം. അതായത് ഒരു 8ൽ പഠിക്കുമ്പോൾ തൊട്ടിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് പരിപൂർണമായിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരും ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ യുക്തിവാദ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ ഒന്നൊന്നുമല്ല. ആളോടുള്ള സംസാരം, പിന്നെ നമ്മുടെ ശാസ്ത്രമാണല്ലോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളില് യുക്തിബോധമൊക്കെ ഒരു 4ാം ക്ലാസ് തൊട്ടിട്ട് തന്നെ. അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് ഇതാണ്. അത് ഇപ്പൊ ഈ പറയുന്ന മതവിശ്വാസം ഇല്ലാതെയാകുന്നത് ആയാലും ഇതെല്ലാം ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി. ഇന്ന് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇണയെ കണ്ടെത്തുക. ഞാൻ വിവാഹം എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇണയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ ഒരു വിഷയത്തിൽ ഇതുപോലൊരു ഇടപെടൽ നടത്തണമെന്ന് തോന്നൽ വരുന്നതും ഈ പറയുന്ന സെക്യുലർ മാട്രിമോണി എന്നുള്ളൊരു ലെവലിലേക്ക് വരുന്നതിന്റെ കാരണം, അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഇന്റർ റിലീജിയസ് ആയിട്ട് വിവാഹം കഴിക്കുക, മതം മാറ്റാതിരിക്കുക എന്നത് തന്നെ വിവാഹത്തിന് മതം പ്രശ്നമല്ല എന്നുള്ളതിന്റെ ഒരു പ്രഥമ പടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മതത്തിന്റെ ഒരു പ്രാധാന്യം വിവാഹത്തിലൊക്കെ നഷ്ടപ്പെടും. ഈ മതങ്ങൾ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യണത് വിവാഹം അല്ലെങ്കിൽ മരണം, ഇതൊക്കെയാണ് അവരുടെ ടാർഗറ്റ്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരം അത് അവർക്ക് ഭയങ്കര ഭീഷണിയാണ്. അത്തരം ഒരു കൂട്ടായ്മകൾ അവർക്ക് ഭീഷണിയാണ്. അപ്പൊ ആ സമയത്ത് നല്ല ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഇത്തരം വിവാഹങ്ങൾ നടക്കണം എന്നുള്ള ചിന്തയൊക്കെ അന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിക്കുക. അപ്പൊ എനിക്ക് ആ സമയത്ത് പ്രണയം ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും ഞാൻ വീട്ടുകാരോട് ഒരു +2 പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ജാതി മതം നോക്കില്ല,
വയസ്സ് പോലും നോക്കില്ല. അതായത് എന്നെക്കാളും പ്രായം കൂടിയ ആളായാലും കല്യാണം കഴിക്കും വിഷയമില്ല. അന്ന് നമ്മൾ ആരെയും നോക്കിയിട്ടല്ല, ഒന്നും ഇന്റൻഷനോട് കൂടിയിട്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ള ഒരു ചിന്താഗതി ഉണ്ട്. അപ്പൊ നമ്മൾ അമ്മ വീട്ടുകാരോടായാലും, കാരണം അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ അവരോടായാലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഈ കൂട്ടായ്മ തുടങ്ങി. 2014 മെയ് മാസത്തിലാണ് മതമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടായ്മ ആരംഭിക്കുന്നത്. അപ്പൊ അതൊരു ആഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് നമ്മൾ സെക്യുലർ മാട്രിമോണി തുടങ്ങാണ്. ശരി. ആ ഒരു കഥ പറച്ചിലിൽ നിന്നാണ് ഇന്ന് ഇങ്ങനെ ഒരു മാട്രിമോണി ഒരു ആ ഒരു ഇതിലേക്ക് വന്നത്. അതെ. മതമില്ലാത്ത ജീവിതങ്ങൾ പേജ് ആ സമയത്ത് ഒരു 10-15,000 ഫോളോവേഴ്സ് ഉണ്ട്. അത് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്.